വചന സമീക്ഷയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 1 കൊരിന്ത്യർ 13:4. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം നിഗളിക്കുന്നുമില്ല. വളരെ ശരിയാണല്ലേ? സ്നേഹം ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തില്ല. സ്നേഹം നമ്മളെ ഒരിക്കലും ചതിക്കില്ല. സ്നേഹത്തിന് പ്രതിരൂപമായ നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും നമ്മളെ അവഗണിക്കില്ല, ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല. ഒന്നുകൂടെ വചന സമീക്ഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഒരു ഗ്രാമത്തിൽ ഏലിയാസ് എന്നൊരു വയോവൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം മൺപാത്രങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ബെന്ന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ബെന്ന് വളർന്നു വരുന്ന ഒരു പയ്യനായിരുന്നു. അപ്പച്ചൻ്റെ ഓരോ ജോലിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവന് മൺപാത്രം നിർമ്മിക്കാനും അതിൻ്റെ കൂടെയൊക്കെ ചിലവഴിക്കാനും അവന് വളരെ ആഗ്രഹമായിരുന്നു. നമ്മുടെ ഏലിയാസ് ആകട്ടെ ഒരു നദീതീരത്തിൻ്റെ നടുവിൽ പോയിരുന്നിട്ട് കുറേ മണ്ണൊക്കെ ശേഖരിച്ച് അതിനാവശ്യമായ വെള്ളമൊക്കെ നൽകി മണ്ണൊക്കെ മയപ്പെടുത്തി പോട്ടുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതിനെയൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ടുപോയി ടൗണിൽ വിറ്റായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ടൗണിൽ വിൽക്കും തോറും അവർക്ക് കാശ് കിട്ടുന്നു, അത് വീട്ടിൽ കൊണ്ടുവരുന്നു, വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് മേടിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞു കുടുംബമായിരുന്നു നമ്മുടെ ഏലിയാസിൻ്റേത്. ഏലിയാസ് വൃദ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ രോഗവും അസുഖവും ഒക്കെ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു നമ്മുടെ ഏലിയാസ്. ഒരിക്കൽ ഏലിയാസ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിറയെ മൺപാത്രങ്ങൾ പെട്ടെന്നുണ്ടാക്കി ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് 2 ദിവസമൊക്കെ കൂടുമ്പോഴത്തേനും കൊടുക്കാമെന്ന് പറഞ്ഞു ബെന്നിനോട്. അപ്പോൾ ബെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ അപ്പച്ച, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാസ് പോട്ടുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. 2 ദിവസം കൂടുമ്പോഴത്തേനും ഈ പോട്ടുകളെ കൊണ്ട് നിർമ്മിക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു, പൈസ മേടിക്കുമായിരുന്നു. വീട്ടിലൊക്കെ ചിലവൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം അവർ പോട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടും ഏലിയാസ് പറഞ്ഞു, നമുക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു പോട്ട് ഉണ്ടാക്കണം. കാരണം നമ്മൾ ഇത്രയും പോട്ടുകളൊക്കെ നിർമ്മിച്ച് വിൽക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഓർമ്മയ്ക്കും നമ്മുടെ സ്വന്തം എന്ന് പറയാനും വളരെ സ്പെഷ്യലായിട്ടൊരു പോട്ട് നിർമ്മിക്കണമെന്ന് ഏലിയാസ് തൻ്റെ മകനോട് ബെന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ അപ്പച്ച, നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ വൃദ്ധനായ ഏലിയാസിന് മനസ്സിലൊരു ആഗ്രഹം വന്നു. അത് തൻ്റെ കൊച്ചുമകനോട് അദ്ദേഹം പറയുകയും ചെയ്തു. അത് ഞാൻ നിങ്ങളോടും പറയാം, പക്ഷേ അതിനു മുന്നേ നമുക്കൊരു കോള് വരുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഓ ശരിയാ. ആരാണ് വിളിക്കുന്നേ? സിൻഡർല, ആലപ്പുഴയിൽ നിന്ന്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മോളെ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ട്. വചന സമീക്ഷയിലേക്ക് ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. 4 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അത് എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഓ, അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കട്ടെ? കടന്നോ. അപ്പൊ 1ാമത്തെ ചോദ്യം, യഹോവയുടെ വിശുദ്ധ മന്ദിരം അവർ അശുദ്ധമാക്കിയതിനാൽ യഹോവ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത്? മനസ്സിലായിരുന്നോ? മനസ്സിലായി. ഒന്നുകൂടെ പറയട്ടെ? പറഞ്ഞോ. യഹോവയുടെ വിശുദ്ധ മന്ദിരം അവർ അശുദ്ധമാക്കിയതിനാൽ യഹോവ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത്? ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ഓക്കെ. അവരെ താഴ്ത്തി യഹോവയുടെ കൃപാകടാശം അവരിൽ നിന്ന് മാറ്റി അവരോട് കരുണ കാണിക്കുകയും ചെയ്തു, ഇല്ലേ? അതെ. ഓക്കെ. അപ്പോ ആന്റിയുടെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോവല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവ്, 3 മക്കളും 2 മരുമക്കളും 2 പേരക്കുട്ടികളും. അപ്പൊ വലിയ ഫാമിലിയാ അല്ലേ? അതെ. സന്തോഷമായിട്ട് എല്ലാരും സന്തോഷമായിട്ട് പോകുന്നു. ആയിക്കോട്ടെ ആന്റി, നന്നായിട്ട് പോയിക്കോട്ടെ കേട്ടോ. അതെ. അപ്പോ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കട്ടെ? കടന്നോ. യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ അവരുടെ ഏത് പാപമാണ് അവരിൽ ഓരോ 3-ൽ 1 നശിപ്പിക്കുവാൻ യഹോവയെ പ്രേരിപ്പിച്ചത്? ചോദ്യം മനസ്സിലായായിരുന്നോ? ഒന്നുകൂടെ പറഞ്ഞേ. യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ അവരുടെ ഏത് പാപമാണ് അവരിൽ ഓരോ 3-ൽ 1 നശിപ്പിക്കാൻ യഹോവയെ പ്രേരിപ്പിച്ചത്?
ദുഷ്പ്രവൃത്തികളുമുണ്ട്. ഒന്നുകൂടെ പറയോ? ദുഷ്പ്രവൃത്തികളുമുണ്ട്. അതെ അതെ, മ്ലേച്ഛ വിഗ്രഹങ്ങളാലും. മ്ലേച്ഛതകളും ദുഷ്പ്രവൃത്തികളുമുണ്ട്. അതെ അതെ, വളരെ ശരിയാണ് കേട്ടോ. അതെ. ആൻറ്റി പാട്ടൊക്കെ പാടുവോ? ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാടാൻ പറ്റുമോ? പാടാം. ആ. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലെൻ കർത്തനെന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. കൈവിടില്ലെൻ കർത്തനെന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. നാഥനെന്നും നടത്തിയിടുന്നു. ആ, നല്ല പാട്ടായിരുന്നു കേട്ടോ ആൻറ്റി. ആ, അപ്പോൾ ആൻറ്റി അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? കടക്കാം. ഓക്കെ. ഏതൊക്കെ വിധത്തിലാണ് യഹോവ യെരുശലേം നിവാസികളെ അവരുടെ പാപത്തിൽ നിന്ന് ശിക്ഷിച്ചത്? മനസ്സിലായായിരുന്നോ? ആ, പകർച്ചവ്യാധികൾ കൊണ്ടും അതെ പട്ടിണി കൊണ്ടും. അതല്ലേ മോളെ? അതെ 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 അതെ, പറയണം ആൻറ്റി പറയണം. പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും. 1/2 നിന്റെ ചുറ്റും വാളാൽ നശിക്കും. അതെ അതെ, ശരിയാണ് ശരിയാണ്. പകർച്ചവ്യാധി, ക്ഷാമം, വാൾ, കാറ്റുകളിലേക്ക് ചിതറുകയും പിന്നാലെ വാളയച്ചു. ഊരിയ വാളുമായി വാള്. ഓക്കെ ഓക്കെ ആൻറ്റി, ഓക്കെ ഓക്കെ, വളരെ ഓക്കെ. ആൻറ്റി ബൈബിളൊക്കെ വായിക്കുന്നതല്ലേ? വായിക്കും വായിക്കും മോളെ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു ഇൻസിഡന്റ് ഏതാ? ഒരുപാട് ഉണ്ട്. അല്ല, ആൻറ്റിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാ? അതിങ്ങനെ രക്ഷിപ്പാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല ആ, ഓക്കെ, എന്നുള്ളൊരു വാക്കാണ് എനിക്ക്. ശരി 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 ശരി. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? കടക്കാം. ഓക്കെ. യഹോവ തന്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ അവർ എന്ത് അറിയുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും. അതെ അതെ, യഹോവയായ ഞാൻ എന്റെ തീക്ഷ്ണതയിൽ അത് അരുൾ ചെയ്തു എന്ന് അവർ അറിയുമെന്ന്. ഓക്കെ, വളരെ ശരിയാണ് കേട്ടോ ആൻറ്റി. ഓക്കെ, അപ്പോൾ ആൻറ്റി ഇനിയും വചന സമീക്ഷയിലൊക്കെ വിളിക്കണം കേട്ടോ. വിളിക്കാം വിളിക്കാം. ഓക്കെ ആൻറ്റി, താങ്ക് യു താങ്ക് യു. ആലപ്പുഴയിൽ നിന്നും സിൻഡർല ആൻറ്റി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻറ്റി നല്ലോണം പാട്ടൊക്കെ പാടി നല്ല വാക്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞൊക്കെ തന്നു. ആൻറ്റി ഇനിയും നമ്മുടെ വചന സമീക്ഷയിലേക്ക് വിളിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ വൃദ്ധനായ ഏലിയാസ് തൻ്റെ കൊച്ചുമകനായ ബെന്നിനോട് അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു ആഗ്രഹം പറയാൻ പോവായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം എന്നറിയണ്ടേ? അദ്ദേഹത്തിന് അയാൾ ഉണ്ടാക്കിയതിലും വെച്ച് ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും വലിപ്പത്തിലെ ഒരു മൺകുടം ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി. അത് തൻ്റെ കൊച്ചുമകനായ ബെന്നിനോട് അയാളത് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബെന്നു പറഞ്ഞു, അപ്പച്ച നമ്മുടെ ഈ അവസ്ഥയിൽ ഇനിയൊരു ഇതുപോലൊരു പോട്ടൊക്കെ ഉണ്ടാക്കി സമയം കളയുക അല്ലെങ്കിൽ നിർമ്മിച്ച് സമയം കളയുക എന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല അപ്പച്ച. നമുക്ക് കുഞ്ഞു പോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കത് ടൗണിൽ വിൽക്കാം, ആ കാശുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട അപ്പച്ച എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇലിയാസ് പറഞ്ഞു, ഇല്ല മോനെ, നമുക്കത് ഉണ്ടാക്കണം. എൻ്റെ ഇത്രയും കാലം ഞാൻ ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഒരു തരി മണ്ണിൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്കിത് ഉണ്ടാക്കണമെന്ന് ബെന്നിനോട് പറയുമായിരുന്നു. അപ്പോൾ ബെന്നു പറഞ്ഞു, ഓക്കെ അപ്പച്ച, നമുക്കെങ്കിൽ പിന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പച്ചൻ നദിയുടെ അടുക്കൽ പോയിരുന്നിട്ട് ആവശ്യത്തിനുള്ള മണ്ണൊക്കെ ശേഖരിക്കുന്നു, അതിനെ മയപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടിലിൽ കൊണ്ടുവന്നിട്ട് പോട്ട് നിർമ്മിക്കുവാണ്, മൺകുടങ്ങൾ നിർമ്മിക്കുവാണ്. അല്ലെ ഏറ്റവും ഭംഗിയിലും ഏറ്റവും അത്ഭുതകരമായിട്ടും അദ്ദേഹം ആ മൺകുടം നിർമ്മിച്ചു. കാണുന്നവർ തന്നെ, അവിടെ അടുത്തുള്ള വീട്ടുകാർ തന്നെ പറഞ്ഞു, ഓക്കെ ഞങ്ങൾക്കിത് തരുമോ, ഇത് തരുമോ എന്ന് വരെ അയാളോട് ചോദിച്ചു. പക്ഷെ അയാൾ പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് വേണ്ടി ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ മൺപാത്രമാണെന്ന് പറയുന്നു.
എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തീർന്നിട്ട് അവസാനം ഈ മൺപാത്രം നമ്മൾ കടയിലൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഇച്ചിരി അതിന് ചൂടടുപ്പിക്കും. കാരണം അത് മയപ്പെടുത്തി നമുക്കത് എന്താ കയ്യിൽ സ്റ്റേബിളായിട്ട് വെക്കേണ്ട രീതിയിലാക്കാൻ വേണ്ടി ഞങ്ങൾ അതിലൊക്കെ ഇതിന് അവർ ചൂടടുപ്പിക്കും. അങ്ങനെ ഏലിയാസ് ചൂടടുപ്പിക്കുന്ന സമയത്ത് അതിൽ ചൂട് അധികമായിട്ട് ആ മൺപാത്രത്തിൻ്റെ ഉൾവശം പൊട്ടുകയായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുന്നേ ഞങ്ങൾക്കൊരു കോൾ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എം ഷെർലി, ബാലരാമപുരം. ഓക്കെ, ബാലരാമപുരത്ത് നിന്ന് ഷെർലി ആൻറ്റി. എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാണ്. ആണോ? വചന സമീക്ഷയിൽ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നുവരെയും വിളിച്ചിട്ടില്ല. കാണാറുണ്ടോ? ഇപ്പോഴാണ് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ചാനൽ കാണാറുണ്ട്. ഞാനൊരു രോഗിയാണ്. 2 കുട്ടികളെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വീട്ടില് ഒരു മദ്യപാനി മോഹനുണ്ട്. മകന് വേണ്ടി പ്രാർത്ഥിക്കണം മോളെ. പ്രാർത്ഥിക്കാം ആന്റി. അപ്പോ നമ്മുടെ ഇവിടെ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ. ശരി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും. നിങ്ങൾ വായിച്ചതിന്റെ ഒക്കെ കൂട്ടത്തുള്ള ഒരു ചോദ്യമായിരിക്കും. ശരി. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം ഞാൻ പറയട്ടെ? ശരി. ഓക്കെ. ക്ഷാമം എന്ന നാശകരമായ തിന്മയുടെ അസ്ത്രങ്ങൾ അവരുടെ നേരെ അയക്കുമ്പോൾ അവർക്ക് അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം പൊടിച്ചു കളയും. അതെ ആന്റി, വളരെ ശരിയാണ്. ക്ഷാമം വർദ്ധിക്കുമ്പോൾ അപ്പത്തിന്റെ ദണ്ഡ യഹോവ ഒടിച്ചു കളയുന്നു. ഓക്കെ ആന്റി, വളരെ ശരിയാണ്. ആന്റി പാട്ട് വല്ലതൊക്കെ പാടുവോ? ഒടിച്ചു കളയും. ഇത് ഞാൻ പാട്ട് പാടും. എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 പേര് പാടുവോ? ശരി മാഡം, ശരി. പ്രാണൻ പോളം ജീവൻ തന്നോനേ, ഭൂമിയിലാരിലും കാണാത്ത ആ മാലിന്യാൻ അങ്ങേ തിരിയില്ല എന്നെ ഗോതി. ഓക്കെ ആന്റി, ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ക്ഷാമവും ദുഷ്ടമൃഗവും അവരുടെ നേരെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നുകൂടെ പറയണോ ചോദ്യം? ക്ഷാമവും ദുഷ്ടമൃഗവും അവരുടെ നേരെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്ഷാമവും നാശകരവും ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കൊലയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. ഓക്കെ ആന്റി, ഓക്കെ. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കും അല്ലേ? അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കും. ഓക്കെ ആന്റി, ഓക്കെ. ആന്റി വചനമൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ വചനം വായിക്കും, വായിക്കുകയും എഴുതുകയും ചെയ്യും. വളരെ നന്നായിരിക്കട്ടെ ആന്റി. ആന്റിക്ക് വചനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാ? വചനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച യഹോവയായ ദൈവം. പിന്നെ അവൻ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ അയച്ച എന്റെ കുറ്റമില്ലാതെ ഞാൻ സൃഷ്ടിക്കപ്പെട്ട എന്റെ രാജാവായ യേശുവപ്പൻ. അതെ ആന്റി, അതെ, ശരിയാണ്. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച യഹോവയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതെ, ശരിയാണ് ആന്റി, ശരി. അപ്പോ അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? ശരി. എവിടേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുവാനാണ് യഹോവ യെഹെസ്കേലിനോട് പറഞ്ഞത്?
കർത്താവിന്റെ വചനം കേൾക്കും മലകളോടും കുന്നുകളോടും നീരുകളോടും താഴ്വരകളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും. അതെ 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 അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആ ഇസ്രായേൽ പർവ്വതങ്ങൾക്ക് നേരെ. വളരെ ശരിയാണ് കേട്ടോ. ആ ഇസ്രായേൽ പർവ്വതങ്ങൾക്ക് നേരെ. അപ്പോൾ ആൻറ്റി അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? ആ ഇസ്രായേൽ പർവ്വതങ്ങളിൽ യഹോവയുടെ വചനം ആരോടാണ് അരുളി ചെയ്തത്? എന്ന് കേൾക്കി മലകളോടും കുന്നുകളോടും നീരൊഴുക്കോടും താഴ്വരത്തോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു. അതെ അതെ വളരെ ശരിയാണ് ആൻറ്റി. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം മലകളോടും കുന്നുകളോടും താഴ്വരകളോടും. അതെ അതെ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അപ്പൊ ഇനി വചന സമീക്ഷയിലേക്ക് വിളിക്കണം കേട്ടോ. ശരി, വലിയ ഉപകാരം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആയിക്കോട്ടെ ആൻറ്റി, ആയിക്കോട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. God bless you. താങ്ക് യു ആൻറ്റി, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ബാലരാമപുരത്ത് നിന്നും ഷെർലി ആൻറ്റി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നല്ലോണം വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം കർത്താവ് മാറ്റി കൊടുക്കും. നമുക്ക് വേണ്ടി നല്ല പാട്ടൊക്കെ ആൾ പാടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഥയുടെ ബാക്കി ഭാഗത്തിലൂടെ നമുക്ക് പോയാലോ? ആ പോട്ടിൽ എന്ത് പറ്റി? വിള്ളൽ പറ്റി. അതുവരെ നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ? അതിന് ബാക്കി ഒരു സംഭവം കൂടെ ഉണ്ടായി. നമ്മുടെ ബെന്ന് പ്രായമായിട്ട് വരുന്ന കൊച്ചാണ്, വളർന്നു വരുന്ന കൊച്ചാണ്. കൊച്ചിന് വന്നിട്ട് പെട്ടെന്ന് ദേഷ്യം വരിക, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബെന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് അപ്പച്ചൻ ഇത്ര സ്നേഹത്തോടെ ആ പോട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ആ പോട്ടിന് ഇത്രയും പ്രശ്നം പറ്റിയത് കണ്ടപ്പോൾ ബെന്നിന് ഭയങ്കര ദേഷ്യം. അപ്പോൾ ബെന്ന് അപ്പച്ചനോട് പറഞ്ഞു, ആ പോട്ടിങ് എടുക്കുക, നമുക്കത് നശിപ്പിച്ച് കളയും, ഇനി നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഏലിയാസിന് അപ്പച്ചന് പെട്ടെന്ന് അത് സങ്കടവും വിഷമമൊക്കെ ഉണ്ടായെങ്കിലും ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ബെന്നിനോട് ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ പറയാം. ഒരു കോളോടെ വരുന്നുണ്ട്, അതിനുശേഷം ഞാൻ നിങ്ങളോട് ബാക്കി സംസാരിക്കും. ഹലോ ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ ഒരു ബോബി എന്നാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുവല്ലേ? ഓ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛനമ്മ, ഞാനും എന്റെ അനിയത്തി മക്കളൊക്കെ ഉണ്ട്. രണ്ടുപേരുണ്ട് അനിയത്തി. അപ്പൊ ഒരാൾ മൈസൂരിലൊക്കെ ഇരിക്കണം ഒരു പിള്ളേരായിട്ട്. ഓക്കെ, ചേട്ടാ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ സുവിശേഷ പ്രവർത്തനമൊക്കെ ആയിട്ടാണ്. ഓക്കെ, ദൈവവേലയാണല്ലേ? ഓ, ഒരു വീട്ടിൽ വെച്ചൊരു ചെറിയൊരു ആരാധനയൊക്കെ നടത്തും. ഓക്കെ ഓക്കെ. അപ്പൊ അറിയാലോ, 4 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. വായിച്ചതും കേട്ടതൊക്കെ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലൂടെ നമുക്ക് കടന്നാലോ? ഓക്കെ. യഹോവ തന്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ അവർ എന്ത് അറിയുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഒരു മിനിറ്റ്. അങ്ങനെ എന്റെ കോപത്തിന് നിവൃത്തി വരും, ഞാൻ അവരോട് എന്റെ ക്രോധം തീർത്ത് തൃപ്തനാക്കും. ഓക്കെ അങ്ങളെ, ഓക്കെ ഓക്കെ. അതാണ് യഹോവയായ ഞാൻ എന്റെ തീഷ്ണതയിൽ അത് അരുൾ ചെയ്തു എന്ന് അവർ അറിയുമെന്ന്. ഇവിടെ മഴ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആണോ അങ്ങളെ? കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പള്ളിയിലൊക്കെ പോവാറുണ്ടോ? പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലോ അല്ലേ? എവിടെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അങ്ങക്ക് വചനത്തിലെ ഏറ്റവും കൂടുതൽ, ബൈബിളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വചനം ഏതാ? വചനം യോഹന്നാൻ 3:16. എന്തുകൊണ്ടാ? ബൈബിളിലെ സ്വർണ്ണവാക്യം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അങ്കിള്, ഓക്കെ ഓക്കെ, നന്നായിരിക്കണം. എന്റെ വചനം ഇതാണ്: തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനെ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവമാണ് നൽകാൻ ലോകത്തെ സ്നേഹിച്ചു. ഓക്കെ അങ്കിള്, ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുവാണേ. ഒരിക്കൽ ദൈവജനമായിരുന്നവരുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് ചുറ്റുമുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? വഴി പോകുന്നിടത്തേക്കും കാണുകെ ഞാൻ നിന്നെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്നെയും ആക്കും. അതെ അതെ, ശരിയാണ് അങ്ങളെ, ശരിയാണ്. ഉത്തരം ചുറ്റുമുള്ള ജനങ്ങൾക്ക് നിന്ദയും ആക്ഷേപവും മുന്നറിയിപ്പും
സ്തംഭനഹേതുവും ശൂന്യവും ആയിരിക്കും? അത് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഓക്കെ അങ്ങളെ. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ കഴിഞ്ഞതിന് ശേഷം പാട്ടിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, ഏതെല്ലാം രൂപത്തിലുള്ള കഷ്ടപ്പാടുകളും നാശനഷ്ടങ്ങളുമാണ് യഹോവ തന്റെ ജനത്തോട് അരുളി ചെയ്തത്? കേട്ടായിരുന്നോ? ക്ഷാമം എന്ന നാശത്തെയും ദുരാസനങ്ങൾ അവർ ചെയ്യുമ്പോൾ അവിടേക്ക് ക്ഷാമം വർദ്ധിച്ച് അവരുടെ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും. അതെ അതെ, ശരിയാണ്. ശരിയാണ് ഉത്തരം. ക്ഷാമം വർദ്ധിപ്പിച്ച് അപ്പത്തിന്റെ ദണ്ട് ഒടിച്ചു കളയും, ദുഷ്ടമൃഗത്തെ നിങ്ങളുടെ ഇടയിൽ അയക്കും, പകർച്ചവ്യാധിയും കൊലപാതകയും വാളും നിന്റെ മേൽ വരുത്തും. ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് കടന്നാലോ? നന്മ പ്രാപിക്കോ തിന്മത്തോടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം പാലിക്കയില്ല. നീയാഗ്രഹിച്ച തുറമുഖമണയും, കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രുക്കെ നീ ഒരുക്കും, ഈശ കാണുവാനവൻ പതിയിരിക്കും. ബലവാനവൻ നിന്നെ പേടിച്ചതിന ബലമേറും ഘോരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയ ജയം ലഭിച്ചതിന. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയ ജയം ലഭിച്ചതിന. ഹലോ. ഓക്കെ അങ്ങള്, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ അങ്ങളെ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? ഓക്കെ അങ്ങളെ. ക്ഷാമം എന്ന നാശകരമായ തിന്മയുടെ അസ്ത്രങ്ങൾ അവരുടെ നേരെ അയക്കുമ്പോൾ അവർക്ക് അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ചോദ്യം മനസ്സിലായിരുന്നു അങ്ങളെ? അതിനെ ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെ നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കൊലയും നിന്നിൽ നടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. ഓക്കെ അങ്ങളെ. ഓക്കെ, ഞാൻ ഉത്തരം പറയാം. ക്ഷാമം വർദ്ധിക്കുമ്പോൾ അപ്പത്തിന്റെ ദണ്ട് യഹോവ ഒടിച്ചു കളയും. അത് നേരത്തെ പറഞ്ഞു. അതെ അതെ, പറഞ്ഞായിരുന്നു. ഉത്തരങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മുടെ വചന സമീക്ഷയിലേക്ക് വിളിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പോൾ ബോബി നെയ്യാറ്റിൻകര അങ്കിളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആള് നമുക്ക് വേണ്ടി നല്ല പാട്ടൊക്കെ പാടിത്തന്നു. ആൾക്കും ആളുടേതായ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ കഥയുടെ ബാക്കി ഭാഗത്തിലോട്ട് നമുക്ക് കടന്നാലോ? അപ്പോൾ നമ്മുടെ പോട്ട് നശിച്ചു. അപ്പോൾ ബെന്നിൻ്റെ ദേഷ്യമായി അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാസിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. എന്നാലും ഏലിയാസ് പുഞ്ചിരിയോട് അവനോട് പറഞ്ഞു, നീ ആ നദിക്കരയിൽ പോയിട്ട് ആ കുട നിറയെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ശരിക്കും കുറച്ചായിരുന്നു, അതിൻ്റെ ഉൾവശം നമുക്കറിയാമല്ലോ. ചൂടടിക്കുമ്പോഴത്തേനും പോട്ടിൻ്റെ ഉൾവശം എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് നമുക്കറിയാം. ജസ്റ്റ് ഇങ്ങനെ ക്രാക്കും മാതിരി ഒന്ന് പൊട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. അതിങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, ഇങ്ങനെ വീണ് അത് വെള്ളം അത്ര നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ബെന്നിൻ്റെ മനസ്സിൽ എന്നാന്ന് വെച്ചാൽ അപ്പച്ചന് വൃദ്ധനായില്ലേ, അപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടോ, ഈ അപ്പച്ചൻ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ അവൻ ചിന്തിച്ചു. എന്തായാലും ബെന്ന് അപ്പച്ചൻ പറഞ്ഞതല്ലേ കേട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ബെന്ന് ആ കുടവും കൊണ്ടുപോയി കുളത്തിൽ മുക്കി, നദിക്കരയിൽ മുക്കി വെള്ളം എടുത്തോണ്ടെങ്കിൽ പോന്നിട്ട് ബെന്ന് വീട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നശിച്ചു, എല്ലാം പോയി, വഴിയിൽ അത്രയും വീണു. അപ്പോൾ ബെന്നിൻ്റെ അപ്പച്ചൻ പറഞ്ഞു, നീ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബെന്നിൻ്റെ അപ്പച്ചൻ വഴി നീളെ
ഒരു കാട്ടുചെടി പൂവാണ് കേട്ടോ, ഒരു മല്ലിപ്പൂ നിറം, കാട്ടുമല്ലി എന്ന് പറയും. അതിന് കുറേ വിത്തുകൾ പാകിയിട്ട് അത് കുഞ്ഞ് മുളപ്പ് വന്ന് നിൽപ്പുണ്ട്, കുഞ്ഞ് തൈകളായിട്ട് നിൽപ്പുണ്ട്. എന്നിട്ട് അപ്പച്ചൻ ബെന്നിനോട് പറഞ്ഞു, നീ ഇതിനെ നശിപ്പിച്ച് കളയാൻ പറഞ്ഞില്ലേ, ആ കുടം കാരണം ആ കുഞ്ഞു ചെടികളിൽ വെള്ളം വീണത് നീ കണ്ടോ? നീ പോലും അറിയാതെ നീ ഒന്നിനെ സ്നേഹിച്ചിട്ട് നീ അതിന് ഫലപ്രദമായിട്ട് നീ ഉപയോഗപ്രദമായിട്ട് നിൻ്റെ ലൈഫ് മാറിയില്ലേ? അതുപോലെയാണ് ഇതും. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ആ മൺകല ഉണ്ടാക്കിയെന്ന് നിനക്കറിയാം. നീ പറഞ്ഞതുപോലെ ഒരു നിമിഷത്തിൽ വേണമെങ്കിൽ നമുക്ക് ആ പോട്ട് തറയിലിട്ടോ എറിഞ്ഞു കളഞ്ഞോ പൊട്ടിക്കാം. പക്ഷേ നീ പോലും അറിയാതെ അത് ഉപയോഗശൂന്യമാണ് എന്ന് നിൻ്റെ മനസ്സ് പറഞ്ഞ സാധനം ഉപയോഗത്തിന് നീ കൊണ്ടുവന്നില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ലൈഫും ഇല്ലേ? ചുറ്റുമുള്ളവരൊക്കെ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കരമാണ്, നമ്മോട് സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ പോലും അറിയാതെ അവർ നമ്മുടെ ലൈഫിൽ ഒരു ഭാഗമാവുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ അവരെ സഹായിക്കാനോ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട്. ശരിക്കും ഇതുപോലെയല്ലേ നമ്മുടെ ലൈഫും? ആ ഉടഞ്ഞ മൺപാത്രം പോലെ. മറ്റുള്ളവർ പറയും കൊള്ളത്തില്ല, നിന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ദൈവമായ കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവിനറിയാം നമ്മളെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമ്മളെ എങ്ങനെ ഉപയോഗിക്കണമെന്നും. നമ്മളെ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല കർത്താവ് നമ്മളെ ഉയർത്തുന്നതും നമ്മളെ താഴ്ത്തുന്നതും. കർത്താവിന് നമ്മുടെ മേലിൽ ഓരോ പദ്ധതിയുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനും. അപ്പോൾ ഇന്നത്തെ വചന സന്ദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുറേ നല്ല കോളുകളും നല്ല പാട്ടും നല്ല സ്റ്റോറിയുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.